ഫ്ലവേഴ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമുക്കൊരു വെഡ്ഡിങ് കേക്കാണ് സെറ്റ് ചെയ്യാനുള്ളതെന്ന്. അതുപോലെ തന്നെയാണ് നമുക്കിന്നൊരു 2 ടയർ 1.5 kg വരുന്ന 2 ടയർ കേക്കാണ് സെറ്റ് ചെയ്യാനുള്ളത്. അത് ഞാൻ തലേ ദിവസം തന്നെ ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തിനാണ് സാറ്റർഡേ ഉച്ചക്കത്തിനായിരുന്നു കേക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ രാവിലെയാണ് ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു സിമ്പിൾ ഡിസൈനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോർട്ട് ലൈൻ ഡിസൈനാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ സിൽവർ ഡസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ 2 കേക്കിൻ്റെയും സൈഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ 5 ഇഞ്ചിൻ്റെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് 5 ഇഞ്ചിലും 7 ഇഞ്ച് മോൾഡിലുമാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അടിയത്തെ ലെയറിൽ തന്നെ 5 ഇഞ്ചിൻ്റെ മോൾഡൊന്ന് വെച്ച് നോക്കുന്നുണ്ട്, ഒന്ന് കറക്റ്റ് സൈസായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്ത് സ്റ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ തന്ന പിക്കിൽ ചെറിയ റോസ് ആയിരുന്നു, പക്ഷെ നമുക്ക് ഷോപ്പിലത് കിട്ടാത്തത് കൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള റോസ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്തായാലും സെയിം കസ്റ്റമർ പറഞ്ഞ അതേ മോഡൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റി എന്നാണ് വിശ്വസിക്കുന്നത്. അവരും ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതിൽ ടോപ്പറും ജിപ്സം ഫ്ലവറും ഈ റോസ് ഫ്ലവർ മാത്രമാണ് കേട്ടോ അതിൽ വരുന്നൊരു ഡെക്കറേഷനായിട്ട്. പിന്നെ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിസ്റ്റർ ആൻഡ് മിസ്സിൻ്റെ ഒരു ടോപ്പറും കൂടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമലി ടോപ്പർ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫ്ലവറിനെ മറിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ടോപ്പർ കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്താണ് നമ്മളെ സ്റ്റിക്ക് വെച്ചിട്ട് ടോപ്പർ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഹൈറ്റ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.